ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന റിയൽ നമ്പേഴ്സിന്റെ കംപ്ലീറ്റ്നെസ് പ്രോപ്പർട്ടിയും അതുമായിട്ട് ബന്ധപ്പെട്ട പ്രോബ്ലംസും ആണ്. ആദ്യം ആ പ്രോപ്പർട്ടി എന്താണെന്ന് നോക്കാം. ഇതാണ് പ്രോപ്പർട്ടി, കംപ്ലീറ്റ്നെസ് പ്രോപ്പർട്ടി. അതിലാദ്യം സുപ്രീമം പ്രോപ്പർട്ടി ഓഫ് റിയൽ നമ്പേഴ്സ്. റിയൽ നമ്പേഴ്സ് സാറ്റിസ്ഫൈ ചെയ്യുന്ന പ്രോപ്പർട്ടിയാണ്. Every non-empty set of real numbers that has an upper bound, which is bounded above. Bounded above ആയിട്ടുള്ള ഏത് subset of real numbers എടുത്തു കഴിഞ്ഞാലും has a supremum in R. അതിനൊരു സുപ്രീം ഉണ്ടാവും. ആ സുപ്രീം ഉണ്ടാവും മാത്രമല്ല അതൊരു റിയൽ നമ്പർ ആയിരിക്കുകയും ചെയ്യും. സോ ഒരു നോൺ എംപ്റ്റി സബ്സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ് which is bounded above ആണെങ്കിൽ അതിനെന്തുണ്ടായിരിക്കും? റിയൽ നമ്പർ സുപ്രീമം ആയിട്ട് വരും. ഇതേപോലെ തന്നെ ഇൻഫിമം പ്രോപ്പർട്ടി. എവരി നോൺ എംപ്റ്റി സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ് that has a lower bound means which is bounded below as an infimum which is a real number. ഇത് സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സിൻ്റെ പ്രോപ്പർട്ടിയാണ്. സെറ്റ് ഓഫ് റാഷണൽ നമ്പേഴ്സ് ഈ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യില്ല. ആദ്യം നമ്മൾ ചെയ്യുന്നത് റാഷണൽ നമ്പേഴ്സ് ഈ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യില്ല എന്നുള്ള പ്രൂഫാണ്. Show that the set of rational numbers Q does not satisfy completeness property. In case rational numbers completeness property satisfy ചെയ്യുമായിരുന്നെങ്കിൽ എന്തായിരുന്നു ആ പ്രോപ്പർട്ടി? Every subset of rational numbers which is bounded above has a supremum. And that supremum is a rational number. അതായത് ബൗണ്ടഡ് എബോവ് ആയിട്ടുള്ള റാഷണൽ നമ്പേഴ്സിൻ്റെ ഏത് സബ്സെറ്റ് എടുത്തു കഴിഞ്ഞാലും അത് എന്നെ സുപ്രീം ഉണ്ടാവുകയും വേണം, ആ സുപ്രീം റാഷണൽ നമ്പർ ആയിരിക്കുകയും വേണം. ഇതാണ് സുപ്രീമം പ്രോപ്പർട്ടി. ഇതേപോലെ തന്നെ ഇൻഫിമം പ്രോപ്പർട്ടി. ഇത് സാറ്റിസ്ഫൈ ചെയ്യില്ല റാഷണൽ നമ്പേഴ്സ് എന്നാണ് നമ്മൾ പ്രൂവ് ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഒരു സെറ്റ് ഓഫ് റാഷണൽ നമ്പേഴ്സ് വേണം വിച്ച് ഇസ് ബൗണ്ടഡ് എബോവ്. പക്ഷെ അതിന് എന്ത് ഉണ്ടാവരുത്? റാഷണൽ നമ്പർ സുപ്രീമം ആയിട്ട് ഉണ്ടാവരുത്. അപ്പൊ അതിന് ഞാൻ ഇങ്ങനെ കൺസിഡർ ചെയ്യുന്നു. Consider the set T is equal to set of all x belongs to Q. So set of all rational numbers and that whose square is less than 2. So ഇതാണ് ഞാൻ ചൂസ് ചെയ്യുന്ന സെറ്റ്. 1 is a member of this set. കാരണം 1 ന്റെ സ്ക്വയർ is less than 2. So സ്ക്വയർ less than 2 ആയിട്ടുള്ള എല്ലാ റാഷണൽ നമ്പേഴ്സിന്റെയും സെറ്റ് ആണ് ഈ T. So T is non-empty. Okay. Also 2 square, that is 4, that is greater than 2. So square ചെയ്ത് കഴിഞ്ഞാൽ 2-നേക്കാൾ ചെറുതായിട്ട് വരുന്ന എല്ലാ റാഷണൽ നമ്പേഴ്സും വരുന്ന സെറ്റ്. അപ്പോൾ നമ്മൾ 2 എടുത്തു കഴിഞ്ഞാൽ 2ന്റെ സ്ക്വയർ 4 ആണ്. അത് ഏതിനേക്കാൾ വലുതുമാണ്? 2-നേക്കാൾ വലുതുമാണ്. So therefore 2 is an upper bound of T. So T is a non-empty subset of Q which is bounded above. But T is a non-empty subset of rational numbers which is bounded above. നമുക്ക് വേണ്ടത് Q does not satisfy completeness property എന്ന അല്ലെങ്കിൽ സുപ്രീമം പ്രോപ്പർട്ടി എന്ന. അപ്പോൾ നമ്മളിവിടെ പ്രൂവ് ചെയ്യാൻ പോകുന്ന കാര്യമേ T is a non-empty subset of rational numbers which is bounded above. പക്ഷേ ഇതിന്റെ സുപ്രീം ഉണ്ടാവും. കാരണം ഈ സെറ്റ് എന്തായാലും റിയൽ നമ്പേഴ്സിന്റെ സബ്സെറ്റ് ആണ്. റിയൽ നമ്പേഴ്സ് ഏത് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്? സുപ്രീം പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതിന് സുപ്രീം ഉണ്ടാവും. ആ സുപ്രീം ഒരു റിയൽ നമ്പർ ആയിരിക്കും. പക്ഷെ ആ സുപ്രീം എന്തല്ലാന്ന് ഞാൻ പറയാൻ പോകുന്നത് ഇറ്റ്സ് നോട്ട് എ റാഷണൽ നമ്പർ. അപ്പോൾ ഇവിടെയും മെത്തേഡ് ഓഫ് കോൺട്രഡിക്ഷൻ ഞാൻ ട്രൈ ചെയ്യുന്നത്. ഇഫ് പോസിബിൾ സപ്പോസ് ദാറ്റ് റാഷണൽ നമ്പർ k is equal to supremum of T. അപ്പോൾ ഈ Tക്ക് ഒരു സുപ്രീമം ഉണ്ട്. ആ സുപ്രീമത്തിന് ഞാൻ k എന്ന് വിളിച്ചു. അത് ഏതൊരു മെമ്പറാണ്? അതൊരു റാഷണൽ നമ്പർ സുപ്രീം ആണെന്ന് വിചാരിക്കുക.
then either k square is equal to 2, k square is less than 2, k square is greater than 2. ഇങ്ങനെ മൂന്ന് പോസിബിലിറ്റി ഏതാണുള്ളൂ? കേക്ക് അല്ല, കെ സ്ക്വയർ. നമ്മൾ കെ സ്ക്വയറിന്റെ കാര്യം കൺസിഡർ ചെയ്യുന്നത്. സോ കെ എന്ന് പറയുന്നതാണ് ഈ സെറ്റിന് ഒരു സുപ്രീമം ഉണ്ടെന്ന് വിചാരിക്കാം. ആ സുപ്രീമത്തിനെ ഞാൻ കെ എന്ന് വിളിക്കുന്നു. സോറി, ഈ സെറ്റിന് ഒരു റാഷണൽ നമ്പർ കെ സുപ്രീം ആയിട്ടുണ്ടെന്ന് വിചാരിക്കാം. ആ സുപ്രീമത്തിന്റെ സ്ക്വയറിന് മൂന്ന് പോസിബിലിറ്റി ഉണ്ട്. ഒന്നുകിൽ 2-നേക്കാൾ വലുതായിരിക്കും, അല്ലെങ്കിൽ 2-നേക്കാൾ ചെറുതായിരിക്കും, അല്ലെങ്കിൽ 2 ആയിരിക്കും. ഇത് ട്രൈക്കോട്ടോമി പ്രോപ്പർട്ടി എന്ന് പറയും റിയൽ നമ്പേഴ്സിന്റെ. കാരണം കെ സ്ക്വയർ എന്തായാലും റിയൽ നമ്പർ ആണ്. മൂന്ന് പോസിബിലിറ്റി ആണ് ഇതിലുള്ളത്, കെ സ്ക്വയർ ഉള്ളത്. ഇവിടെ നമ്മൾ പറയാൻ പോകുന്നത് ഈ മൂന്ന് പോസിബിലിറ്റിയും എക്സിസ്റ്റ് ചെയ്യില്ല എന്നുള്ളതാണ്. അപ്പൊ ആദ്യത്തെ കേസിൽ കെ സ്ക്വയർ ഇസ് ഈക്വൽ ടു 2, കേസ് 1. ഇഫ് കെ സ്ക്വയർ ഇസ് ഈക്വൽ ടു 2, we know that there is no rational number whose square is 2. അതായത് കെ സ്ക്വയർ ഇസ് ഈക്വൽ ടു 2 എന്ന് പറഞ്ഞാൽ നമ്മൾ കെ ഇസ് ഈക്വൽ ടു √2 എന്ന് പറയും. അങ്ങനെയാണെങ്കിൽ കെ എന്നല്ല, റാഷണൽ നമ്പർ അല്ല. അപ്പോൾ കെ സ്ക്വയർ 2 ആയിട്ടുള്ള ഒരു റാഷണൽ നമ്പറും എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്ന് നമ്മൾ ഓൾറെഡി പ്രൂവ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള കാര്യമാണ്. സോ കെ സ്ക്വയർ ഇസ് ഈക്വൽ ടു 2 is not possible. So k square is equal to 2, not possible. ശരി, അപ്പൊ പിന്നെ കേസ് 2 നോക്കാം. If k square is less than 2, ഞാൻ എടുക്കുന്നു y is equal to 4 plus 3k divided by 3 plus 2k. ഈ ഒരു വൈ ഈ പ്രൂഫിലെ മെയിൻ പാർട്ടാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിലൊരു വൈ നിങ്ങൾ ഓർത്ത് വെക്കണം. കെ എന്ന് പറയുന്നത് ടി എന്ന് പറഞ്ഞ സെറ്റിന്റെ സുപ്രീം ആണ്. ഇതിലെ നമ്പേഴ്സ് എല്ലാം എക്സ് സ്ക്വയർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2, ലെസ് ദാൻ 2 ആയിട്ടുള്ള നമ്പേഴ്സ് ആണ്. കെ പോസിറ്റീവ് ആണ് ആൻഡ് കെ റാഷണൽ നമ്പർ ആണ്. ന്യൂമറേറ്റർ റാഷണൽ, ഇത് റാഷണൽ. സോ ഈ ഫ്രാക്ഷനും എന്ത് തന്നെയാണ്, റാഷണൽ നമ്പർ ആണ്. ആദ്യം ഞാൻ വൈ സ്ക്വയർ മൈനസ് 2 കണ്ടു നോക്കുകയാണ്. y square minus 2 കാണുന്ന സമയത്ത് 4 plus 3k divided by 3 plus 2k the whole square minus 2 എന്ന് വരും. That is simplify ചെയ്യുന്ന സമയത്ത് 4 plus 3k the whole square minus 2 into 3 plus 2k the whole square divided by 3 plus 2k the whole square എന്ന് വന്നു. So that equals simplifying for 16 plus 9k square plus 24k minus 3 square 9 into 2, that is 18, minus 8k square minus 24k divided by 3 plus 2k the whole square എന്ന് വരും. 24k കട്ട് ചെയ്തു പോകും. 9k square minus 8k square, that is k square minus 2 divided by 3 plus 2k the whole square. Now k square is less than 2, so k square minus 2 negative ആണ്, ഇത് പോസിറ്റീവ് ആണ്. അതിന്റെ അർത്ഥം this is less than 0. Therefore y square minus 2 is negative, so that implies y square is less than 2. Y square is less than 2 എന്ന് പറഞ്ഞാൽ y ഏതിലായി, t ലായി. Therefore y belongs to t. Okay. So y t ലെ മെമ്പർ ആണ്, y ഇവിടെയുള്ള മെമ്പർ ആണ്. y is belongs to t എന്ന് മാത്രമല്ല k സുപ്രീം ആയതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ പറയാം, therefore y is less than or equal to k എന്നും പറയാം. അതുപോലെ ഇനി k minus y ഞാൻ കണ്ടുപോകണം. k minus y കണ്ടു കഴിഞ്ഞാൽ that is k minus 4 plus 3k divided by 3 plus 2k എന്ന് വരും. So that is equal to cross multiply ചെയ്യുന്ന സമയത്ത് 3k plus 2k square minus 4 minus 3k divided by
3+2k എന്ന് വരും. 3k കട്ട് ചെയ്ത് പോകും. ഒരു 2 പുറത്തെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ this is 2 into k² minus 2 divided by 3+2k. Again k² minus 2 വന്നു. k² minus 2 is negative. So ഇതും എന്ത് തന്നെയായി? നെഗറ്റീവ്. Therefore k minus y is less than 0. So that implies k is less than y. ഇത് 1, ഇത് 2. So that's a contradiction. So നമ്മൾ y is less than or equal to k എന്ന് ഇവിടെ കിട്ടി. ഇവിടെ y is clearly greater than k എന്ന് കിട്ടി. So that's a contradiction. So case 2 not possible. Case 3 നോക്കുമ്പോൾ case 1 possible അല്ല, case 2 possible അല്ല. Case 3 നോക്കുന്ന സമയത്ത് k² is greater than 2 ആണ്. അപ്പൊ ഞാൻ എല്ലാ സ്ഥലത്തും ആ സിമ്പിൾ അവിടെ എഴുതാണ്. k² is greater than 2. So y² minus 2 ചെയ്യും. ഇതേപോലെ നമുക്ക് ചെയ്യാം. അങ്ങനെ വരുമ്പോൾ ഇവിടെ greater than 0 വരും, ഇവിടെ greater than വരും. So y² is greater than 2 എന്ന് വരും. y² is greater than 2. y² greater than 2 എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം y is an upper bound of the set T എന്നു. അത് ഞാൻ കേസ് 3 ഇവിടെ അവിടെ എഴുതാണ്. അവിടെ എഴുതാൻ പോകുന്ന y is an upper bound of T എന്ന് വരും. y upper bound ആണെങ്കിൽ k സുപ്രീം ആണ്. k സുപ്രീം ആകുമ്പോൾ k is less than or equal to ഏത് വരണം? y ആണ്. k ഒരു അപ്പർ ബൗണ്ട് ആണ്. ഈ y k സുപ്രീം ആയതുകൊണ്ട് y is any other upper bound നമ്മുടെ കണ്ടീഷൻ സെക്കൻഡ് കണ്ടീഷൻ പ്രകാരം സുപ്രീമത്തിന്റെ ഡെഫിനിഷൻ പ്രകാരം k is less than or equal to y എന്നാണ് വരുന്നത്. സോ അതാണ് അവിടെ 1 ആയിട്ട് വരും. ഇനി k minus y ചെയ്യുമ്പോൾ ഇതേപോലെ ചെയ്യും. k² minus 2 വരും. അവിടെ k² minus 2 greater than 0 ആണ്. അപ്പോൾ ഇവിടെ greater than 0 വരും. ഇവിടെ greater than y വന്നു. സോ k is greater than y വന്നു. ഇവിടെ k is less than or equal to y വന്നു. സോ 1 and 2 കോൺട്രഡിക്ഷൻ ആയി. ഏതും പോസിബിൾ അല്ല. കേസ് 3 പോസിബിൾ അല്ല, കേസ് 1 പോസിബിൾ അല്ല, കേസ് 2 പോസിബിൾ അല്ല, കേസ് 3 പോസിബിൾ അല്ല. അങ്ങനെ അതിന്റെ അർത്ഥം ഇങ്ങനെ ഒരു k ഇല്ല. ഇങ്ങനെ ഒരു k ഇല്ല. സോ there is no rational number k which is supreme of t. So t എന്ന് പറയുന്ന നോൺ എംപ്റ്റി സബ്സെറ്റ് which is bounded above എടുത്തു. നമ്മൾ അതിനൊരു സുപ്രീം ഉണ്ടെന്ന് വിചാരിച്ചു as a rational number k. പക്ഷെ നമുക്ക് കിട്ടി അങ്ങനെയൊന്നും പോസിബിൾ അല്ല. അതിന്റെ അർത്ഥം റാഷണൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞ സെറ്റ് എന്ത് സാറ്റിസ്ഫൈ ചെയ്യില്ല? സുപ്രീം പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യും. Therefore, let us be a non-empty bounded subset of R and A is any real number. AS. അപ്പൊ ഈ എസിലെ എലമെന്റ്സിനെ ഒക്കെ ഈ എ വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന സെറ്റിനെയാണ് AS എന്ന് വിളിക്കുന്നത്. Then prove that supreme of AS is equal to A into supreme of S if A is positive. A എന്ന് പറഞ്ഞ പോസിറ്റീവ് നമ്പർ ആണെങ്കിൽ supreme of AS is A into supreme of S എന്നാണ് ഒരു കേസ്. If A is a negative number, supreme of AS is A into infimum of S. അപ്പോൾ ആദ്യത്തെ നോക്കാം. Supreme of AS is equal to A into supreme of S. ഞാൻ അതിന് let supreme of S is equal to U. അപ്പൊ supreme of S നെ ഞാൻ U എന്ന് വിളിക്കാം. അപ്പൊ എനിക്ക് ഇനി പ്രൂവ് ചെയ്യേണ്ടത് A into U supreme of AS എന്ന് കിട്ടണം. Now to prove AU is equal to supreme of AS. ഇതാണ് ഇപ്പൊ നമുക്ക് വേണ്ടത്. സുപ്രീം ഓഫ് AS എന്ന് പറഞ്ഞാൽ ഏതാണെന്ന് കിട്ടണം? AU എന്ന് കിട്ടണം. ശരി, അപ്പൊ ഒരു സെറ്റിന്റെ സുപ്രീം AU ആണെങ്കിൽ രണ്ട് കാര്യങ്ങൾ സാറ്റിസ്ഫൈ ചെയ്യണം. ഒന്ന്, AU ഒരു അപ്പർ ബൗണ്ട് ആണ്. രണ്ട്, വേറെ ഏതെങ്കിലും അപ്പർ ബൗണ്ട് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ അപ്പർ ബൗണ്ട് AU-നേക്കാൾ വലുതോ ഈക്വൽ ആണ്. AU is less than or equal to B ആണ്. അപ്പൊ ഈ രണ്ട് കാര്യങ്ങളെ ചെയ്യാനുള്ളൂ. ശരി, we have U is an upper bound of
എസ്. കാരണം യു സുപ്രീം ആണല്ലോ, എസിന്റെ സുപ്രീം ആണ്. എസിന്റെ സുപ്രീം ആണെങ്കിൽ അതിന്റെ അപ്പർ ബൗണ്ടും ആണ്. അപ്പൊ എസിലുള്ള എല്ലാ ആൾക്കാരെക്കാളും വലുതോ ഈക്വലോ ആയിരിക്കും യു ഫോർ ഓൾ എസ് ബിലോങ്സ് ടു എസ്. അങ്ങനെയാണെങ്കിൽ ഇതിനൊരു എ വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എ എസ് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ യു ഫോർ ഓൾ എസ് ബിലോങ്സ് ടു എസ്. അപ്പൊ നമ്മൾ നോക്കൂ, എല്ലാ എ എസുകളും വലുതോ ഈക്വലോ ആണ് എ യു. എ എസുകളുടെ കളക്ഷൻ അല്ലേ ദ സെറ്റ് എ ഇൻടു ക്യാപിറ്റൽ എസ് എന്ന് ഉദ്ദേശിച്ചത്. അപ്പൊ നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത് എ യു എസ് therefore എ യു എസ് an upper bound of the set is. അപ്പൊ ഒരു കണ്ടീഷനായി നമുക്ക് എ യു സുപ്രീമം ഓഫ് എ എസ് എന്ന് പ്രൂവ് ചെയ്യുന്നതിന് വേണ്ട ഒരു കണ്ടീഷനായി എ യു an upper bound of the set is. അപ്പൊ ഇനി അടുത്ത എന്താ വേണ്ടേ? if V is any upper bound of AS, V വേറെ ഏതെങ്കിലും ഒരു അപ്പർ ബൗണ്ട് ആണെങ്കിൽ നമുക്ക് കിട്ടണം, എന്താ കിട്ടണ്ടേ? നമ്മൾ ക്ലെയിം ചെയ്യുന്ന എ യുവിനേക്കാളും വലുതോ ഈക്വലോ ആയിരിക്കണം ഏത്? വി. അപ്പൊ ഈ കണ്ടീഷനോട് നമുക്ക് എത്തേണ്ടത് വി ഇസ് എനി അപ്പർ ബൗണ്ട് ഓഫ് എ എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം നമുക്ക് ക്ലിയർ ആണ്, എ എസ് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു വി ഫോർ ഓൾ എസ് ബിലോങ്സ് ടു എസ്. എ എസ് ഉള്ള എല്ലാ ആൾക്കാരെക്കാളും വലുതോ ഈക്വലോ ആയിരിക്കും ഏത്? വി. ത്രൂ ഔട്ട് ഒരു എ വെച്ച് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യത്തെ കേസ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് അവിടെ എ പോസിറ്റീവ് ആണ് നമ്മൾ അസ്യൂം ചെയ്യുന്നുണ്ട്. സോ എ പോസിറ്റീവ് ആകുമ്പോൾ ഡിവൈഡ് ചെയ്യുമ്പോൾ ഇനീക്വാളിറ്റി ചേഞ്ച് ഒന്നും വരുന്നില്ല. സോ എസ് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു വി ബൈ എ. Therefore v by a is an upper bound of s. s ന്റെ അപ്പർ ബൗണ്ട് ആവും, കാരണം ഈ s ലെ എല്ലാ ആൾക്കാരെക്കാളും വലുതോ ഈക്വൽ ആണ് v by a. അതുകൊണ്ട് s ന്റെ സുപ്രീം ഇല്ലേ? s ന്റെ സുപ്രീം ഏതാണ്? u ആണ്. അപ്പോ s ന്റെ സുപ്രീം u ആണെങ്കിൽ u ഓൾറെഡി ഒരു അപ്പർ ബൗണ്ട് ആണ്, ഇതിപ്പോ വേറൊരു അപ്പർ ബൗണ്ട്. അപ്പൊ സുപ്രീമത്തിന്റെ കണ്ടീഷൻ പ്രകാരം, രണ്ടാമത്തെ കണ്ടീഷൻ പ്രകാരം therefore നമ്മുടെ സുപ്രീമമായിട്ടുള്ള u ഏതിനേക്കാൾ വലുതോ ഈക്വലോ ആയിരിക്കണം? v by a നേക്കാൾ വലുതോ ഈക്വൽ ആയിരിക്കണം. For reason supreme of s is u. മൊത്തമായിട്ട് ഒരു a വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ മൾട്ടിപ്ലൈയിങ് വിത്ത് a നമുക്ക് കിട്ടും a u is less than or equal to v. ഇത് രണ്ടാമത്തെ കണ്ടീഷൻ. എന്താ രണ്ടാമത്തെ കണ്ടീഷൻ? if v is any upper bound of as, then au is less than or equal to v. ഇപ്പൊ രണ്ട് കാര്യങ്ങൾ കിട്ടി. au as ന്റെ അപ്പർ ബൗണ്ട് ആണ്. വേറെ ഏതെങ്കിലും ഒരു അപ്പർ ബൗണ്ട് v എടുത്തു കഴിഞ്ഞാൽ ആ v ഈ പറഞ്ഞ au നേക്കാൾ വലുതോ ഈക്വലോ ആയിരിക്കണം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം au is therefore au is equal to supreme of the set as, that is a into r into u, supreme of s is equal to supreme of as. ഏത് പാർട്ട് ക്ലിയർ? ഫസ്റ്റ് പാർട്ട് ക്ലിയർ. അപ്പൊ തീർച്ചയായും സെക്കൻഡ് പാർട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. എന്തായിരിക്കും ചെയ്യേണ്ടി വരിക? സുപ്രീം ഓഫ് എസിനെ യു എന്നെടുത്ത പോലെ ഇൻഫിം ഓഫ് എസിനെ നമ്മളൊരു ഡബ്ല്യു എന്നെടുത്തു. അപ്പൊ ഇവിടെ തൊട്ട് മാറ്റണം. ഇൻഫിം ഓഫ് എസ് ഇസ് ഈക്വൽ ടു ഡബ്ല്യു. പക്ഷെ അവിടെ ശ്രദ്ധിക്കണം, എ പോസിറ്റീവ് അല്ല, എ നെഗറ്റീവ് ആണ്. ഓക്കെ, നൗ ടു പ്രൂവ് എന്താ പ്രൂവ് ചെയ്യേണ്ടത്? എ ഇൻറ്റു ഇൻഫിമം. ഇവിടെ ഓരോന്നിനും ഞാൻ മാറ്റി എഴുതാൻ നോക്കുകയാണ്. നൗ ടു പ്രൂവ് എ ഡബ്ല്യു ഇസ് ഈക്വൽ ടു എ ഇൻറ്റു ഇൻഫിമം ഓഫ് എസ് ഇസ് ഈക്വൽ ടു സുപ്രീം ഓഫ് എ എസ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ അതിന് രണ്ട് കാര്യങ്ങൾ വേണം. ഒന്ന് എ ഡബ്ല്യു എ എസിന്റെ അപ്പർ ബൗണ്ട് എന്ന് പ്രൂവ് ചെയ്യണം. സുപ്രീം ഒന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ ആണ് സുപ്രീം എന്നാ പ്രൂവ് ചെയ്യേണ്ടത്. സോ എ ഡബ്ല്യു സുപ്രീം ഓഫ് എ എസ് കിട്ടണമെങ്കിൽ നമുക്കുള്ള കണ്ടീഷൻ പ്രകാരം വി ഹാവ് ഡബ്ല്യു ഇസ് എ ലോ ബൗണ്ട് ഓഫ് എസ്.
ഇൻഫിം എന്നല്ലേ എടുത്തത്? ശരി. സോ നമുക്ക് കിട്ടും W is less than or equal to S for all S belongs to S. A വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നു. സോ AW is greater than or equal to AS. കാരണം ഇവിടെ A നെഗറ്റീവ് ആണ്. Reason A is less than 0. Multiplying by A ആണ് നമ്മളോട് ചെയ്തത്. ശരി. AW is greater than or equal to AS ആണെങ്കിൽ അതിന്റെ അർത്ഥം AW is upper bound of AS. If V is any upper bound of AS, AS is less than or equal to V. നമ്മൾ multiplying by A, dividing by A. So S is അവിടെ S is greater than or equal to V by A എന്ന് വന്നു. S is greater than or equal to V by A എന്ന് പറഞ്ഞാൽ V by A is upper bound എന്നല്ല വരിക, lower bound of S എന്നായി. Lower bound ആണ് നമുക്കറിയാം. V by A lower bound ആണെങ്കിൽ W is infimum. ഇൻഫിമത്തിനേക്കാൾ ചെറുതായിരിക്കണം V by A. So V by A is less than or equal to W എന്ന് വരും. നമ്മൾ വീണ്ടും A വെച്ച് മൾട്ടിപ്ലൈ ചെയ്യും. A വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇനീക്വാളിറ്റി ചേഞ്ച് വരും. സോ V is greater than or equal to AW എന്ന് വരും, അല്ലെങ്കിൽ AW is less than or equal to V എന്നും. ഇപ്പൊ രണ്ട് കാര്യങ്ങൾ, ഒന്ന് AW അപ്പർ ബൗണ്ട്, രണ്ട് AW is less than or equal to V. ഇത് രണ്ടും കൂടെ ചേർക്കുമ്പോൾ AW is equal to supreme of AS. W ആരായിരുന്നു? ഇൻഫിമം. സോ A into infimum of S is equal to supreme of AS. അപ്പൊ ഇതേപോലെ നിങ്ങളത് ചെയ്ത് നോക്കുക, കംപ്ലീറ്റ് ചെയ്ത് നോക്കുക. പ്രോബ്ലം 4 നോക്കൂ. Let A and B are bounded non-empty subsets of R and A plus B is, A യും B യും ബൗണ്ടഡ് ആണ്, അപ്പൊ അതിന് സുപ്രീമംസ് ഉണ്ടാവും. A plus B is defined as set of all A plus B where A belongs to A and B belongs to B. അപ്പൊ ഇങ്ങനെയുള്ള ഒരു സെറ്റ് ആണ് A plus B. ഇത് നമുക്ക് പ്രൂവ് ചെയ്യണം. പ്രൂവ് ദാറ്റ് സുപ്രീമം ഓഫ് A plus B is equal to supremum of A plus supremum of B. അപ്പൊ ഇവിടെ ചെയ്യുന്ന കാര്യം ഇത്രയേ ഉള്ളൂ. Let supremum of A is equal to U1 and supremum of B is equal to U2. So we claim that U1 plus U2 is equal to supremum of A plus B. So now to prove, U1 plus U2 is equal to supremum of A plus B. ശരി. അപ്പൊ U1 plus U2 A plus B യുടെ സുപ്രീം ആണെങ്കിൽ രണ്ട് കാര്യങ്ങൾ വേണം. ഒന്ന്, U1 plus U2 A plus B യുടെ ഒരു അപ്പർ ബൗണ്ട് ആവണം. രണ്ട്, V A plus B യുടെ വേറൊരു അപ്പർ ബൗണ്ട് ആണെങ്കിൽ U1 plus U2 less than or equal to V എന്ന് കിട്ടണം. ഈ രണ്ട് കാര്യങ്ങൾ കിട്ടിയാൽ മതി. ശരി. അപ്പൊ ആദ്യത്തത് കിട്ടാൻ വേണ്ടിയിട്ട് we have A is less than or equal to U1 for all A belongs to B. ഈ U1 A യുടെ സുപ്രീം ആണ്. A ഉണ്ട് B ഉണ്ട്. അപ്പൊ A യുടെ സുപ്രീം ആണ് ആര്? U1. U1 is supreme of A. ഇതാണ് അവിടെ റിസൾട്ട്. അപ്പോ U1 A യുടെ സുപ്രീം ആയതുകൊണ്ട് A യിലുള്ള എല്ലാ ആൾക്കാരും ആരിനേക്കാൾ ചെറുതോ ഈക്വൽ ആയിരിക്കും U1 നേക്കാൾ, കാരണം അതൊരു അപ്പർ ബൗണ്ട് ആണ്. അപ്പൊ അതൊക്കെ. Also B is less than or equal to U2 for all B belongs to B. കാരണം U2 is supreme of B. സുപ്രീം ആണെങ്കിൽ അത് ഏതോ ആണ്, അപ്പർ ബൗണ്ടും ആണ്. Therefore A plus B is less than or equal to U1 plus U2 for all A belongs to A and B belongs to B. അതുകൊണ്ട് A belongs to A, B belongs to B ആയിട്ട് എടുത്തിരിക്കുന്ന A plus B യുടെ കണക്ഷൻ ആണ് the set capital A plus capital B. അതിലുള്ള എല്ലാ ആൾക്കാരും ആരെക്കാൾ ചെറുതോ ഈക്വൽ ആണ്, U1 plus U2 നേക്കാൾ ചെറുതോ ഈക്വൽ ആണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം U1 plus U2 is an upper bound of A plus B. അപ്പൊ നമുക്ക് വേണ്ട ഒരു കാര്യം കഴിഞ്ഞു. ഇനിയിപ്പോ വേണ്ട എന്താ? If V is any other upper bound, if V is any upper bound of A plus B, നമുക്ക് കിട്ടണം V is
So u1 plus u2 is less than or equal to v എന്ന് കിട്ടണം. For epsilon greater than 0, since u1 is supreme of a, u1 minus epsilon, ഇത് നമ്മൾ കഴിഞ്ഞ വീഡിയോയില് ക്ലിയർ ആയിട്ട് പറഞ്ഞതാണ്. സോ u1 is supreme of a, സോ a എന്ന് പറഞ്ഞ സെറ്റ് ഇവിടെ ഉണ്ടാവും, അതിന്റെ സുപ്രീം ആണ് u1. സോ u1 മൈനസ് a എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഒരു അപ്പർ ബൗണ്ട് പോലും ആവില്ല. അപ്പൊ അതിന്റെ അർത്ഥം ആ സെറ്റില് ആ സെറ്റിൽ ഒരാൾ ഉണ്ടാവും ആരെക്കാൾ വലുതായിട്ട്, സ്ട്രിക്ട്ലി ഗ്രേറ്റർ ദാൻ u1 minus epsilon. So since u1 is supreme of a, u1 minus a is less than x for some x belongs to a. Similarly, u2 minus epsilon is less than y for some y belongs to b. അപ്പോൾ ഇത് ചെയ്യുന്നത് ഒന്ന് വേറൊരു രീതിയിലോട്ട് പിടിക്കുകയാണ്. സോ u1 minus epsilon ഇതിനേക്കാൾ u1 minus epsilonേക്കാൾ വലുതായിട്ട് ഒരാളെങ്കിലും ഏതിലുണ്ടാവും, എയിലുണ്ടാവും. u2 minus epsilonേക്കാൾ വലുതായിട്ട് ഒരാളെങ്കിലും ബിയിലുണ്ടാവും, കാരണം u2 is the supreme of b. അങ്ങനെയാണ് ഇത് രണ്ടും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ therefore u1 plus u2 minus 2 epsilon is less than x plus y for some x plus y belongs to a plus b. x a ലും y b ലും ആണ്, x plus y ഏതിലുണ്ട്, a plus b ലും. or u1 plus u2 minus 2 epsilon is less than v. v is an upper bound of a plus b. അപ്പൊ ഈ x plus y ഏതിലുള്ളതാണ്, a plus b ലുള്ളതാണ്. അപ്പോൾ a plus b ലുള്ള എല്ലാ ആൾക്കാരെക്കാളും വലുതോ ഈക്വലോ ആയിരിക്കണം b. സോ നമ്മൾ u1 plus u2 minus 2 epsilon ഈ x plus y നേക്കാൾ, x plus y എന്ന് പറയുന്നത് ഏതിലെ മെമ്പറാണ്, a plus b എന്ന് പറഞ്ഞ സെറ്റിലെ മെമ്പറാണ് x plus y. അതിന്റെ അപ്പർ ബൗണ്ട് ആയിട്ടാണ് ആര്, v വന്നിരിക്കുന്നത്. സോ ക്ലിയർ ആയിട്ടും x plus y നേക്കാൾ വലുതായിരിക്കണം, വലുതോ ഈക്വലോ ആയിരിക്കണം b. അപ്പൊ ഇവിടെ സ്ട്രിക്ട്ലി ലെസ് ദാൻ ആയതുകൊണ്ട് ഇതിനേക്കാൾ ലെസ് ദാൻ ഓർ ഈക്വൽ ടു v എന്നാണ് ഞാൻ ഇവിടെ എഴുതുന്നത്. സോ ലെസ് ദാൻ v. Therefore u1 plus u2 is less than v plus 2 epsilon. Now what is epsilon? Epsilon is arbitrary. Epsilon is arbitrary, is very 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 small positive quantity. അപ്പൊ അങ്ങനെ വരുമ്പോൾ u1 plus u2 is less than v plus 2 epsilon. epsilon എത്ര തന്നെ ചെറുതായാലും ഇത് u1 plus u2 ഒരിക്കലും v ന്റെ അപ്പുറത്ത് പോവില്ല. നമുക്ക് കിട്ടും since epsilon is arbitrary, u1 plus u2 is less than or equal to v. ഇതാണ് നമ്മുടെ സെക്കൻഡ് കണ്ടീഷൻ. u1 plus u2 രണ്ട് കാര്യങ്ങൾ കിട്ടി. u1 plus u2 ഒന്ന് അപ്പർ ബൗണ്ട് ഓഫ് a plus b എന്ന് കിട്ടി. v വേറെ ഏതെങ്കിലും അപ്പർ ബൗണ്ട് ആണെങ്കിൽ ആ അപ്പർ ബൗണ്ടും ആരെക്കാൾ വലുതായിരിക്കും, u1 plus u2 നേക്കാൾ വലുതായിരിക്കും. സോ ഫ്രം 1 and 2 we get supreme of a plus b is equal to u1 plus u2, that is supreme of a plus supreme of a. Okay, so what is completeness property? That is supreme property. Every non-empty set of real numbers which is bounded above has a supremum in R. ഒരു റിയൽ നമ്പർ തന്നെ അതിന്റെ സുപ്രീം ആയിട്ടുണ്ടാവും. ഇത് റിയൽ നമ്പേഴ്സിന്റെ പ്രോപ്പർട്ടി ആണ്. സെറ്റ് ഓഫ് റാഷണൽ നമ്പേഴ്സിന് ഏത് പ്രോപ്പർട്ടി ഇല്ല, കംപ്ലീറ്റ്നെസ് പ്രോപ്പർട്ടി അല്ല, ദാറ്റ് ഇസ് നോട്ട് കംപ്ലീറ്റ്. ഇനി അടുത്ത വീഡിയോയില് സുപ്രീം പ്രോപ്പർട്ടിയുടെ കോൺസിക്വൻസ് ആയിട്ട് ആർക്കിമിഡിയൻ പ്രോപ്പർട്ടി